മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചു. അത്യാഹിത വിഭാഗത്തിലാണ് പ്രവേശിപ്പിച്ചത്. ആർ അച്യുതൻ നൽകും വിശദാംശങ്ങൾ. അച്യുതൻ, എന്താണ് ഏറ്റവും ഒടുവിൽ വരുന്ന അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ? ഗോകുൽ, ഇന്ന് രാത്രി 8 മണിയോടുകൂടിയാണ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചത്. അദ്ദേഹത്തെ എയിംസിലെ അത്യാഹിത വിഭാഗത്തിലാണ് പ്രവേശിപ്പിച്ചത്. നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആരോഗ്യസ്ഥിതി മോശമാണ് എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ഇപ്പോൾ അദ്ദേഹത്തെ പരിചരിച്ചു വരികയാണ്. 8 മണിയോടുകൂടി ആയിരുന്നു എയിംസിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. എന്നാൽ ഈ എയിംസിന്റെ മെഡിക്കൽ വൃത്തങ്ങൾ ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വിവരങ്ങൾ പുറത്തേക്ക് നൽകിയിട്ടില്ല. അല്പം മുൻപ് MP പ്രിയങ്ക ഗാന്ധി എയിംസിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സോണിയാഗാന്ധിയും എയിംസിലേക്ക് എത്തുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അദ്ദേഹത്തിന്റെ ഈ ഒരു ആരോഗ്യസ്ഥിതി അത് മോശമായി തുടരുന്നു എന്നതാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യ നില, അത് ഈ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ മൂലം അത്തരം പ്രശ്നങ്ങൾ അദ്ദേഹം നേരിട്ട് വന്നിരുന്നു. ഇതിനു മുൻപും എയിംസിൽ പ്രവേശിപ്പിക്കുകയും വിദഗ്ധ ചികിത്സ നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെ ആരോഗ്യസ്ഥിതി മോശമായിരുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും ഇന്ന് 8 മണിയോട് കൂടിയാണ് ഈ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ ഇപ്പോൾ എയിംസിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഗോകുൽ, അച്യുതനെ ഏറെക്കാലമായി അങ്ങനെ കോൺഗ്രസിന്റെ പോലും സജീവമായി കോൺഗ്രസ് വേദികളിലൊന്നും അദ്ദേഹത്തെ നമ്മൾ കണ്ടിരുന്നില്ല. അതിനപ്പുറത്തെ ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു എല്ലാ കാലവും. തീർച്ചയായിട്ടും ഗോകുൽ, ഈ ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് ഈ വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമായിരുന്നു ഈ നീണ്ട 33 വർഷത്തെ രാജ്യസഭയിൽ നിന്നുള്ള പടിയിറക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായത്. അങ്ങനെ കഴിഞ്ഞ ഏപ്രിലായിരുന്നു അദ്ദേഹം രാജ്യസഭയിൽ നിന്ന് നീണ്ട 33 വർഷത്തിനു ശേഷം പടിയിറങ്ങുന്നത്. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഒരു സാമ്പത്തിക വിദഗ്ധൻ, അതിൽ അല്ലെങ്കിൽ അതിൽ വലിയ രീതിയിൽ ജ്ഞാനമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ മാറ്റിമറിച്ച ഒരുപാട് നയങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു കാലത്ത്, ധനമന്ത്രി തൊട്ട് അദ്ദേഹം പ്രധാനമന്ത്രി ആയ കാലം അത്രയും ഉണ്ടായ ഒരുപാട് മാറ്റങ്ങളുടെ ഭാഗമായ ഒരു വ്യക്തി കൂടിയാണ്. എന്തായാലും നിലവിലെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായ ഒരു സാഹചര്യത്തിലാണ് എയിംസിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അല്പം മുൻപ് പ്രിയങ്ക ഗാന്ധിയും അല്പം കഴിയുമ്പോൾ സോണിയാഗാന്ധിയും ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ മെഡിക്കൽ വൃത്തങ്ങൾ അല്ലെങ്കിൽ എയിംസിലെ മെഡിക്കൽ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവരവും ഇതുവരെയും പുറത്തു നൽകിയിട്ടില്ല. എന്താണ് അദ്ദേഹത്തിന്റെ നിലവിലെ ആരോഗ്യ സ്ഥിതി സംബന്ധിച്ച കാര്യങ്ങളൊന്നും ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. നിലവിൽ അത്യാഹിത വിഭാഗത്തിൽ അദ്ദേഹം ചികിത്സയിലാണ് എന്ന വിവരം മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. ഗോകുൽ.